എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊറിയർ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള കൊറിയറിൽ വന്നിട്ടുള്ള ആ ഒരു പാനാസോണിക്കിൻ്റെ ബോർഡാണ്. ഇതിനകത്ത് റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത്രയുള്ള ഒരു ചെറിയ കുഞ്ഞ് റിമോട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ടൊന്ന് കാണാൻ കൂടി കഴിയുന്നില്ല, എന്നാലും വർക്കിംഗ് ആണ്. റിമോട്ട് എല്ലാ സ്വിച്ചും, ഇതിൻ്റെ ടൈമർ സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിമോട്ട് വർക്കിംഗ് റിമോട്ടാണ്. പക്ഷേ ഈ റിമോട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ്. പിന്നെ ഇതിൽ ബീപ്പും കേൾക്കുന്നില്ല. നമുക്ക് ഈ ഒരു ബോർഡിനകത്തുനിന്ന് ഇളക്കാം. ഓക്കെ, ഇതിൽ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ വർക്കിംഗ് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു റിമോട്ട് ഇതിൽ വർക്ക് ചെയ്യാത്തതെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം നമുക്കിതിൽ പവർ കൊടുക്കണം. ഇതിനകത്ത് ട്രാൻസ്ഫോമർ ടൈപ്പല്ല, ഇത് SMPS ടൈപ്പാണ്. പവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡിസ്പ്ലേ ബോർഡ്. ഓക്കെ, നമുക്കിനി ഒന്ന് പവർ കൊടുത്ത് നോക്കാം. LED ഒന്നും കത്തിയിട്ടില്ല. പവർ സപ്ലൈ കൊടുത്തത് മാറിപ്പോയെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ സപ്ലൈ വന്നിട്ടുണ്ട്. റിമോട്ട് അടിച്ചിട്ട് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. റിമോട്ടിലെ നമ്പേഴ്സൊക്കെ മാറുന്നുണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ഇനി ഇവിടെയാണ് ഇതിൻ്റെ സെൻസർ ഇരിക്കുന്നത്. സെൻസറിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. സെൻസറിൽ ഇവിടെ 4.9 വരുന്നുണ്ട്. മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഗ്രൗണ്ട് ചെയ്ത് വെക്കാം. മതി, എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് പ്രോബ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട് വരുന്നത്, ഔട്ട് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഔട്ട് ലൈനിൽ നമുക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? ഇവിടെ 5 വോൾട്ട് ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. വോൾട്ട് നമ്മുടെ മെയിൻ ICയിൽ 5 വോൾട്ട് എത്തുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. റിമോട്ട് അടിക്കുമ്പോൾ അവിടെ ഫ്ലക്ച്വേഷൻ ആവുന്നുണ്ട്, പക്ഷേ ഇത് സെൻസ് ആവുന്നില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിൽ കുറച്ച് ടൈം എടുക്കും ഓരോരോ കാര്യങ്ങളായിട്ട് ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് വിശദമായിട്ട് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇത് IR സെൻസർ ഓക്കെയാണ്. ഇവിടേക്ക് സപ്ലൈ വരുന്നുണ്ട്. സപ്ലൈ വന്നിട്ട് അതിൽ നമ്മൾ റിമോട്ട് അടിക്കുമ്പോഴത്തേക്കും ഫ്ലക്ച്വേഷൻ ആവുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല, റിമോട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഒത്തിരി തലപുകയേണ്ടി വന്നു. ഈ ബോർഡിൽ കംപ്ലീറ്റ് അതിൻ്റെ സീറോ ക്രോസ് ഓവർ, സീറോ പാസിങ് എല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടും യാതൊരുവിധ കംപ്ലൈൻറ്റും ഈ ഒരു ബോർഡിനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഡൗട്ട് നേരെ റിമോട്ടിലോട്ട് തിരിഞ്ഞു. ഈ റിമോട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. പക്ഷേ റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. റിമോട്ടിൻ്റെ നമ്മുടെ ഈ
ലൈറ്റ് ഇൻഫ്രാറെഡ് LED കത്തുന്നുണ്ട്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് ഓൺ ഓഫ് ആവുന്നുണ്ട്, എല്ലാം ചേഞ്ച് ആവുമ്പോഴത്തേക്കും LED എല്ലാം കത്തുന്നുണ്ട്. ആ സിഗ്നൽ ഇവിടെ എത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് റിമോട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല? വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് കണക്കായിപ്പോയി. പക്ഷേ എനിക്ക് എന്നിട്ടും റിമോട്ടിലൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. റിമോട്ടിൽ ഞാൻ ബാറ്ററി അഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരുപാട് തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുരുമ്പ് കാരണം ആ ബോർഡിന് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിത് മൊത്തത്തിൽ അങ്ങ് അഴിച്ചു. ഈ ഒരു റിമോട്ട് അഴിച്ച സമയത്ത് ഇവിടെ മൊത്തവും തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു കണക്ടർ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇത് ഞാൻ ഇളക്കിയപ്പോൾ ഒടിഞ്ഞതാണ്, അല്ലാതെ നേരത്തെ നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ഇളക്കിയതിന് ശേഷം ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ റിമോട്ട് തന്നെയായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. റിമോട്ടിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോണ്ടാക്ടർ ഉണ്ടാവും, ഒരു ജമ്പർ J5 എന്നും പറഞ്ഞൊരു ജമ്പർ ഉണ്ടാവും. ഈ ജമ്പർ തുരുമ്പെടുത്തിട്ട് വിട്ടുപോയതായിരുന്നു ഈ ഒരു റിമോട്ടിൻ്റെ പ്രശ്നം. ഞാൻ അതിന് പകരം ഇവിടെ ഇപ്പോൾ ഈ ഒരു ജമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ രണ്ടാമത് ഇട്ട ജമ്പറാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ടാമത് ഈ ജമ്പർ ഇട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഇത് ഓൺ ചെയ്തപ്പോഴത്തേക്കും റിമോട്ടിൽ ഓണായി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ബോർഡ് മൊത്തത്തിൽ അരിച്ചു പറക്കി നോക്കി, കംപ്ലൈൻ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എല്ലാം ഫൈനാണ്, റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, റിമോട്ടും ഓക്കെയാണ്. പക്ഷെ എന്നിട്ടും വർക്ക് ചെയ്യാതിരുന്നത് ഈ ഒരു ജമ്പർ ഇവിടെ തുരുമ്പെടുത്ത് പോയിട്ടുണ്ടെന്ന്. നമുക്ക് ബാറ്ററി ഊരുമ്പോൾ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ജമ്പർ കാണാൻ പറ്റും. ഈ ഇവിടെ നിന്ന് തുരുമ്പെടുത്തിരിക്കുന്നതിൻ്റെ അത് അടയാളങ്ങളാണ് കാണുന്നത്. ഇവിടെ നിന്ന് മൊത്തത്തിൽ ഈ ബാറ്ററി മാറ്റാതെ ബാറ്ററിയുടെ ആ ഒരു ലിക്വിഡ് ഒലിച്ചിറങ്ങിയിട്ടാണ് ഇവിടെ മൊത്തവും തുരുമ്പെടുത്ത് പോയത്. അതിൽ ഒരുപാട് പാർട്ട് ഇതിനകത്തുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ബാറ്ററി ഇടാൻ എനിക്കിതിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു 3 വോൾട്ട് സപ്ലൈ ഇതിൽ സെപ്പറേറ്റ് കൊടുക്കുകയാണ്. ഞാനൊരു 3 വോൾട്ട് സപ്ലൈ കൊടുത്തു. ഇവിടെ ഓണായി. ഇനി ഞാനിവിടെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓണായി. റിമോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബോർഡ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത ബോർഡാണ്. റിമോട്ടിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ്. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യും, റിമോട്ട് വർക്ക് ചെയ്യും, IR വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ഈ റിമോട്ടിൻ്റെ കോഡ് ഇത് സെൻസ് ചെയ്യത്തില്ല. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. വേറെ ഒരു കംപ്ലൈൻറ്റും ഈ ഒരു ബോർഡിനില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്താണെന്നുള്ളത് ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു, അതിനുള്ള പരിഹാരവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.